Next, we are going to study about different types of optical fibers and their refractive index profiles. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ഒരു ഒപ്റ്റിക്കൽ ഫൈബർ എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്, അങ്ങനെ ആ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സും അതിൻ്റെ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും നോക്കാം. ഓക്കെ, so an optical fiber is a dielectric waveguide that operates at optical frequencies. നമുക്കറിയാം ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് ആ ഒപ്റ്റിക്കൽ ഇൻഫർമേഷനെ ക്യാരി ചെയ്യുന്ന മീഡിയമാണ് അല്ലേ. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ അകത്ത് നമുക്ക് ആ ഒപ്റ്റിക്കൽ ഫ്രീക്വൻസീസ് ആണ് വരുന്നത്. ആൻഡ് വി നോ ദിസ് ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് എ dielectric waveguide. And this fiber waveguide is normally cylindrical in form and it confines electromagnetic energy in the form of light to within its surfaces and guides the light in a direction parallel to its axis. ഓക്കെ, നമുക്കറിയാം ആ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ അകത്ത് ആ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴിയാണ് ആ ലൈറ്റ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ആ നമ്പർ ഓഫ് റിഫ്ലക്ഷൻസ് ആ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത് ഏത് ഡയറക്ഷനിലാണ്? ഇൻ എ ഡയറക്ഷൻ പാരലൽ ടു ഇറ്റ്സ് ആക്സിസ്. ഓക്കെ, then the transmission properties of an optical waveguide are dictated by its structural characteristics, and these structural characteristics have a major effect in determining how an optical signal is affected as it propagates along the fiber. The structure basically establishes the information carrying capacity of the fiber and also influences the response of the waveguide to environmental perturbations. Then the propagation of light along a waveguide can be described in terms of a set of guided electromagnetic waves called the modes of the waveguide. These guided modes are referred to as the bound or trapped modes of the waveguide. Okay, and each guided mode is a pattern of electric and magnetic field distributions that is repeated along the fiber at equal intervals. അതായത് നമുക്കറിയാം ഒരു ഒപ്റ്റിക്കൽ ഫൈബർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ കൂടി ലൈറ്റാണ് പാസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഈ ലൈറ്റിനെ നമുക്ക് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ടേംസിൽ നമുക്ക് ഈ വേവ് പ്രൊപ്പഗേഷനെ അനലൈസ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഓക്കെ, ആൻഡ് ദിസ് സെറ്റ് ഓഫ് ഗൈഡഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ കോൾഡ് മോഡ്സ് ഓഫ് ദി വേവ് ഗൈഡ്. ഓക്കെ, ആൻഡ് നമ്മൾ ഈ മോഡ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ പാറ്റേൺ ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഡിസ്ട്രിബ്യൂഷൻസ്. അതായത് നമ്മുടെ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ ഇലക്ട്രിക് ഡിസ്ട്രിബ്യൂഷനും അല്ലെങ്കിൽ ഇലക്ട്രിക് പാർട്ടും വരുന്നുണ്ട്, ഒരു മാഗ്നറ്റിക് പാർട്ടും വരുന്നുണ്ട്. ഓക്കെ, സോ ഈച്ച് മോഡ് ഈസ് എ പാറ്റേൺ ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഡിസ്ട്രിബ്യൂഷൻസ്. ഓക്കെ, then only a certain discrete number of modes are capable of propagating along the waveguide. അതായത് നമ്മളൊരു വേവ് ഗൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ കൂടി എല്ലാ മോഡ്സിനും പാസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ഡിസ്ക്രീറ്റ് നമ്പർ ഓഫ് മോഡ്സിന് മാത്രമേ ആ ഒരു പർട്ടിക്കുലർ വേവ് ഗൈഡ് വഴി പാസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആക്ച്വലി നമ്മൾ ആ പാസ് ചെയ്യുന്ന ആ മോഡ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദീസ് മോഡ്സ് ആർ ദോസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ദാറ്റ് സാറ്റിസ്ഫൈ ദി ഹോമോജീനിയസ് വേവ് ഇക്വേഷൻ ഇൻ ദി ഫൈബർ ആൻഡ് ദി ബൗണ്ടറി കണ്ടീഷൻസ് അറ്റ് ദി വേവ് ഗൈഡ് സർഫസസ്. ഈ ഒരു ഹോമോജീനിയസ് വേവ് ഇക്വേഷൻ എന്താണ്, ഈ ബൗണ്ടറി കണ്ടീഷൻസ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ പിന്നെ പഠിക്കും. ഓക്കെ, ദെൻ നമ്മൾ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ സ്ട്രക്ചർ കൺസിഡർ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസ് വരാം. പക്ഷേ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ട്രക്ചറാണ് ഈ ഒരു 1.3 ഫിഗറിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. സോ ദി മോസ്റ്റ് വൈഡ്ലി ആക്സെപ്റ്റഡ് സ്ട്രക്ചർ ഓഫ് ദി ഒപ്റ്റിക്കൽ വേവ് ഗൈഡ് ഈസ് ദി സിംഗിൾ സോളിഡ് ഡൈലക്ട്രിക് സിലിണ്ടർ of radius a and index of refraction n1, and this cylinder is known as the core of the fiber. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അതിൻ്റെ ഏറ്റവും സെൻറ്റർ പോർഷനിൽ വന്നിരിക്കുന്നതാണ് കോറ്. ആ കോറ് വഴിയാണ് നമ്മുടെ ലൈറ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. ദെൻ ആ ഒരു കോറിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പാണ് വന്നിരിക്കുന്നത്. അത് ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഡൈലക്ട്രിക് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്. നോർമലി ഗ്ലാസ് മെറ്റീരിയലാണ് കോറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ റേഡിയസ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് എ ആയിട്ടാണ്. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ എടുത്തിരിക്കുന്നത് n1 ആയിട്ടാണ്. ഓക്കെ, ദെൻ the core is surrounded by a solid dielectric cladding which has a refractive index n2 that is less than n1.
അതായത് ഈ കോറിനെ കവർ ചെയ്ത് ഒരു ക്ലാഡിംഗ് വന്നിട്ടുണ്ട്. ആ ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് N2 ആണ്. ആൻഡ് ദിസ് N2 ഷുഡ് ബി ലെസ് ദാൻ N1. അതായത് ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാൾ കുറവായിരിക്കണം. കാരണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ വഴി നമ്മുടെ ലൈറ്റ് പാസ് ചെയ്യുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഒക്കർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈറ്റ് പാസ് ചെയ്യുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിൽ നിന്ന് ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മീഡിയത്തിലേക്കായിരിക്കണം. ഓക്കെ, അപ്പോൾ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിൽ നിന്ന് കുറഞ്ഞൊരു മീഡിയത്തിലേക്ക് ഇത് പാസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമ്പോഴാണ് അവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഒക്കർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ കോറിനെ കവർ ചെയ്ത് വരുന്ന ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി കോർ. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു ക്ലാഡിങ് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ പോലും അവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഒക്കർ ചെയ്തോളും. കാരണം ഈ കോറിനെ കവർ ചെയ്തിട്ട് എയർ ആയിരിക്കും വരുന്നത് അല്ലേ. ക്ലാഡിങ് ഇല്ലാന്നുണ്ടെങ്കിൽ എയർ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി കോർ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എന്തായാലും ഒരു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അവിടെ ഒക്കർ ചെയ്തോളും. പക്ഷേ നമ്മൾ ക്ലാഡിങ്ങും കൂടി പ്രൊവൈഡ് ചെയ്യാറുണ്ട് എപ്പോഴും. കാരണം ഈ ക്ലാഡിങ്ങിന് വേറെയും കുറേ പർപ്പസുകളുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നെക്സ്റ്റ് നമുക്കൊന്ന് നോക്കാം. The cladding reduces scattering loss that results from dielectric discontinuities at the core surface. Then it adds mechanical strength to the fiber. Then it protects the core from absorbing surface contaminants with which it could come in contact. Then in standard optical fibers, the core material is a highly pure silica glass compound and is surrounded by a glass cladding. Higher loss plastic core fibers with plastic claddings are also widely in use. അതായത് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഒപ്റ്റിക്കൽ ഫൈബർ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഗ്ലാസ് കോറും ഗ്ലാസ് ക്ലാഡിങ്ങുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് പകരം പ്ലാസ്റ്റിക് കോറും പ്ലാസ്റ്റിക് ക്ലാഡിങ്ങും യൂസ് ചെയ്യുന്ന ഫൈബേഴ്സും ഉണ്ട്. പക്ഷേ ഈ പ്ലാസ്റ്റിക് കോർ ആൻഡ് പ്ലാസ്റ്റിക് ക്ലാഡിങ് യൂസ് ചെയ്യുന്ന ഫൈബേഴ്സിൽ ലോസ് കൂടുതലായിരിക്കും. ഓക്കെ, then in addition most fibers are encapsulated in an elastic abrasion resistant plastic material. നമ്മൾ ആ ഫിഗർ 1.3 കണ്ടിരുന്നു. ആ ക്ലാഡിങ്ങിന് ചുറ്റും ഒരു ബഫർ കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി അതൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് ദിസ് മെറ്റീരിയൽ ആഡ്സ് ഫർദർ സ്ട്രെങ്ത് ടു ദി ഫൈബർ ആൻഡ് മെക്കാനിക്കലി ഐസൊലേറ്റ്സ് ഓർ ബഫേഴ്സ് ദി ഫൈബേഴ്സ് ഫ്രം സ്മോൾ ജോമെട്രിക്കൽ ഇറഗുലാരിറ്റീസ്, ഡിസ്റ്റോർഷൻസ് ഓർ റഫ്നെസ് ഓഫ് adjacent surfaces, and these perturbations could otherwise cause scattering losses induced by random microscopic bends that can arise when the fibers are incorporated into cables or supported by other structures. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. The variations in the material composition of the core gives rise to two commonly used fiber types, and that types are shown in this figure 1.4. Okay, in the first case the refractive index of the core is uniform throughout and undergoes an abrupt change at the cladding boundary, and this is called a step index fiber. And in the second case, the core refractive index is made to vary as a function of the radial distance from the center of the fiber, and this type is a graded index fiber. And both the step index and graded index fibers can be further divided into single mode and multi-mode classes. As the name implies, the single mode fiber sustains only one mode of propagation, whereas multi-mode fibers contain many hundreds of modes. സോ ഈ ഒരു ഫിഗർ നമ്മൾ നോക്കുമ്പോൾ കാണാം, അതിൽ ഏറ്റവും ആദ്യത്തെ ഫിഗർ നോക്കുകയാണെങ്കിൽ അതൊരു സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറാണ്. അപ്പോൾ ആ ഒരു സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൽ ഒരു സിംഗിൾ മോഡ് മാത്രമാണ് പാസ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് കാണാം. ദെൻ അതിൻ്റെ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, the refractive index of the core is uniform throughout. Okay, and it undergoes an abrupt change at the cladding boundary. ഓക്കെ, അതായത് ആ കോറിൽ എവിടെ നോക്കിയാലും ആ സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 തന്നെയാണ് വന്നിരിക്കുന്നത്. ദെൻ ആ ക്ലാഡിംഗ് ബൗണ്ടറിയിൽ വെച്ചിട്ട് അത് സഡനായിട്ട് N2ലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അതാണ് ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ കാണിച്ചിരിക്കുന്നത്. കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് യൂണിഫോം ആണ്, അത് എല്ലാ
പ്ലേസിലും ആ കോറിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ആ സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ദെൻ ആ ക്ലാഡിംഗ് ബൗണ്ടറിയിൽ വെച്ചിട്ട് അത് സഡനായിട്ട് N2ലേക്ക് ആ ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2ലേക്ക് അത് സഡനായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ ഫിഗറിൽ ഒരു സെക്കൻഡ് കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ മൾട്ടി മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ തന്നെയാണ്, അതായത് അതിൻ്റെ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ നോക്കിയാൽ നമുക്ക് കാണാം ആ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് യൂണിഫോം ആണ്. N1 തന്നെയാണ് ആ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വന്നിരിക്കുന്നത്. ആ കോറിൻ്റെ ഏത് പൊസിഷനിൽ നമ്മൾ നോക്കിയാലും അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് N1 തന്നെയാണ്. ദെൻ ആ ക്ലാഡിംഗ് ബൗണ്ടറിയിൽ വെച്ചിട്ട് അത് സഡനായിട്ട് N2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, സോ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ തന്നെയാണ്, പക്ഷേ ഇതൊരു മൾട്ടി മോഡ് ഫൈബറാണ്. നമുക്ക് കാണാം ഇതിൽ ഒരു സിംഗിൾ മോഡല്ല വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ 2 മോഡ്സ് കാണിച്ചിട്ടുണ്ട്. സോ മൾട്ടി മോഡ് ഫൈബർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ മോഡുകൾ അതിൻ്റെ അകത്ത് ഉണ്ടാകും. ഓക്കെ, ദെൻ നമുക്ക് ഇതിൻ്റെ ഡൈമെൻഷൻസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെയും ഒക്കെ സൈസ് അല്ലെങ്കിൽ അതിൻ്റെ ഡൈമെൻഷൻ എത്രയാണ് എന്നുള്ളതും ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് കാണാം ഒരു സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെ കോറ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ കോറിൻ്റെ ആ ഡൈമെൻഷനേക്കാൾ കൂടുതൽ വന്നിട്ടുണ്ട് ഈ മൾട്ടി മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെ കേസിൽ. കാരണം ഈ മൾട്ടി മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയുമ്പോൾ അതിന് കൂടുതൽ മോഡ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു സൈസ് വേണം അല്ലേ. അപ്പോൾ കോറിൻ്റെ സൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടി മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെ കോറിൻ്റെ സൈസ് ഈ സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെ കോറിൻ്റെ സൈസിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, ദെൻ ആ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് മൾട്ടി മോഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റൻ്റ് അല്ല, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദ കോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് മെയ്ഡ് ടു വേരി ആസ് എ ഫങ്ഷൻ ഓഫ് ദി റേഡിയൽ ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി ഫൈബർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്ക് കാണാം ആ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ കോറിൻ്റെ സെൻറ്ററിൽ ഉള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ല അതിൻ്റെ എഡ്ജസിലേക്ക് പോകുമ്പോൾ ഉള്ളത്. ഓക്കെ, കോറിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ കോറിൻ്റെ എഡ്ജസിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലും ആ ഒരു കറസ്പോണ്ടിങ് ചേഞ്ച് വരുന്നുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ 2 കേസുകളിലും നമുക്ക് കാണാം ഒരു കോൺസ്റ്റൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. N1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കോറിനുള്ളത്. അത് കോറിൻ്റെ ഏത് പൊസിഷനിൽ നോക്കിയാലും ആ സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് കാണാം ആ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടല്ല ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണിച്ചിരിക്കുന്നത്, അത് വേരിയബിൾ ആണ്. ഓക്കെ, അപ്പോൾ സെൻറ്ററിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കില്ല ആ കോറിൻ്റെ എഡ്ജസിലേക്ക് പോകുമ്പോൾ ഉള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യുന്നു ആസ് എ ഫങ്ഷൻ ഓഫ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി ഫൈബർ. ഓക്കെ, ദെൻ ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ആ ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റൻ്റ് ആണ്, അത് N2 തന്നെയാണ്. സോ ഇതാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. സ്റ്റെപ്പ് ഇൻഡെക്സ് വരാം, ഗ്രേഡഡ് ഇൻഡെക്സ് വരാം, ദെൻ ഇതിൽ തന്നെ സിംഗിൾ മോഡ് വരാം, മൾട്ടി മോഡ് വരാം. സ്റ്റെപ്പ് ഇൻഡെക്സ് ആണെങ്കിൽ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ആണെങ്കിൽ ആ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല, അത് സെൻറ്ററിൽ നിന്ന് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ദെൻ സിംഗിൾ മോഡ് ഫൈബർ ആണെങ്കിൽ അതിലൊരു സിംഗിൾ മോഡ് മാത്രമേ പാസ് ചെയ്യുള്ളൂ. മൾട്ടി മോഡ് ഫൈബർ ആണെങ്കിൽ മോർ ദാൻ 1 മോഡ്സ് അതിൽ കൂടി പാസ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, ദെൻ ഇതിൻ്റെ സൈസ് നോക്കുമ്പോഴും സിംഗിൾ മോഡിൻ്റെ കോറിൻ്റെ സൈസ് കുറവായിരിക്കും, മൾട്ടി മോഡിൻ്റെ കോറിൻ്റെ സൈസ് സിംഗിൾ മോഡിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഒരു മൾട്ടി മോഡ് ഫൈബർ കൺസിഡർ ചെയ്യുമ്പോൾ ഈ മൾട്ടി മോഡ് ഫൈബറിന് ഈ സിംഗിൾ മോഡ് ഫൈബറിനേക്കാൾ കൂടുതൽ കുറച്ച് അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. The larger core radii of the multimode fibers make it easier to launch optical power into the fiber and facilitate the connecting together of similar fibers. Then another advantage is that the light can be launched into a multimode fiber using a light emitting diode source, whereas single mode fibers must generally be excited with laser diodes. ഈ ഒരു LED സോഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ അതിനും കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓൾദോ ദിസ് LEDs ഹാവ് ലെസ് ഒപ്റ്റിക്കൽ ഔട്ട്പുട്ട് പവർ ദാൻ ലേസർ ഡയോഡ്സ്, ദേ ആർ ഈസിയർ ടു മേക്ക്.
are less expensive, requires less complex circuitry, and have longer lifetime than laser diodes, thus making them more desirable in certain applications. സോ നമ്മുടെ മൾട്ടി മോഡ് ഫൈബേഴ്സാണ് നമ്മുടെ സിംഗിൾ മോഡ് ഫൈബേഴ്സിനേക്കാൾ കൂടുതൽ ബെറ്റർ. ഈ മൾട്ടി മോഡ് ഫൈബേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ബാൻഡ് വിഡ്ത്തും ആ കേസിൽ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, then a disadvantage of multimode fibers is that they suffer from intermodal dispersion. അപ്പോൾ ഈ ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പിന്നെ പഠിച്ചോളും. ഓക്കെ, when an optical pulse is launched into a fiber, the optical power in the pulse is distributed over all or most of the modes of the fiber. Each of the modes that can propagate in a multimode fiber travels at a slightly different velocity. This means that the modes in a given optical pulse arrive at the fiber end at slightly different times, thus causing the pulse to spread out in time as it travels along the fiber. And this effect is known as intermodal dispersion or modal delay. അതായത് നമ്മൾ ഒരു ഒപ്റ്റിക്കൽ പൾസ് ഈ ഫൈബറിലേക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ അതിലുള്ള ആ ഒപ്റ്റിക്കൽ പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ഓൾ ഓർ മോസ്റ്റ് ഓഫ് ദി മോഡ്സ് ഓഫ് ദി ഫൈബർ. ഓക്കെ, ദെൻ ആ ഒരു മോഡ്സ് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ വഴി ട്രാവൽ ചെയ്യുമ്പോൾ ഓരോ മോഡിനും ഓരോ വെലോസിറ്റി ആയിരിക്കും വരുന്നത്. ഓക്കെ, ഓരോന്നിനും ഡിഫറെൻറ്റ് സ്പീഡുകളായിരിക്കും വരുന്നത്. അപ്പോൾ അത് ആ എൻഡിലേക്ക് എത്താനായിട്ട് എടുക്കുന്ന ടൈമും ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ മോഡും ആ എൻഡിലേക്ക് എത്താനായിട്ട് എടുക്കുന്ന ടൈമും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഓരോ മോഡും ആ എൻഡിലേക്ക് ഡിഫറെൻറ്റ് ടൈമിൽ എത്തുന്നത് കൊണ്ട് അവിടെ ഒരു പൾസ് സ്പ്രെഡിങ് ഒക്കർ ചെയ്യും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ആ ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ അല്ലെങ്കിൽ മോഡൽ ഡിലേ എന്ന് നമ്മൾ പറയുന്നത്. Then this intermodal dispersion can be reduced by using a graded index profile in a fiber core. This allows graded index fibers to have much larger bandwidth or data rate transmission capabilities than step index fibers. Then even higher bandwidths are possible in single mode fibers where intermodal dispersion effects are not present.